ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാൽവരി മാമല ചുമന്നിതാ പോയിരുന്നു രക്ഷകനിതാ ഭാരവും ചുമന്നിതാ പോയിരുന്നു രക്ഷകനിതാ ആദരത്തിടും സൂരനേ ഇതാരുണമാവേദന ആദരത്തിടും സൂരനേ അതിതാരുണമാവേദന കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല രക്ഷകൻ കേടുന്നു രക്ഷകൻ തന്തികാവിനോടന്ത്യമാ ഏതോ കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല കൊണ്ടത് വേല ചെയ്ത കൂലിയാണോ കൊണ്ടത് വേല ചെയ്ത കൂലിയാണോ ചാട്ടവാളടികളൊക്കെയും തിരുമാവിൽ നന്മയോ കൊണ്ടത് ചാട്ടവാളടികളൊക്കെയും തിരുമാവിൽ നന്മയോ കൊണ്ടത് കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുന്നില കാണുന്നു ഞാൻ കാൽവരി മാമല
നമുക്ക് എല്ലാവർക്കും കരങ്ങളിലൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എന്നെ പേടിപ്പിക്കാനിരിക്കുന്ന പോലാണ് നിങ്ങളെല്ലാവരും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിച്ച് ഇരിക്കണം. ഇതിപ്പോൾ എപ്പോഴും ചിരിച്ചോണ്ടും ഇരിക്കരുത്. ചിരി വരുമ്പോൾ ചിരിക്കണം. എന്നാലും ഇച്ചിരി ബലമൊക്കെ വിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലാതെ ടെൻഷൻ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ചത്തു പോകും. അപ്പോൾ കർത്താവിൻ്റെ വരവൊക്കെ നമുക്ക് കാണണ്ടേ. അടുത്തിടയ്ക്ക് തന്നെ കർത്താവ് വരും. അപ്പോൾ ടെൻഷനൊക്കെ പിടിച്ച് അറ്റാക്ക് വന്ന് മരിക്കുന്നതിലും നല്ലൊരു കർത്താവിൻ്റെ കാരണനാഥത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരിപാടിയൊക്കെ അറിയത്തില്ലേ. കർത്താവ് വരും, ആർക്കും സന്തോഷമില്ലല്ലോ. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇന്നുണ്ട്. എന്നാൽ അവൻ കൂടാക്കൂടി ദൂതന്മാരുമായി മേഘത്തേരിൽ വരും. അന്ന് പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഒന്ന് ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ എടുക്കപ്പെടും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് വരും എന്നുള്ളതാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന യേശു ഒന്നുമല്ല. യേശു കലണ്ടറിലും ടി വിയിലും സിനിമയിലും ഒക്കെ കാണുന്ന യേശു അല്ല. അവൻ 10,000ങ്ങളിൽ സുന്ദരനാണ്. അവൻ വെണ്മയും ചുവപ്പും ഉള്ളവനാണ്. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ലാവണ്യ വചനങ്ങളാണ്. ഇത്ര മനോഹരനായ യേശുവിനെ സ്നേഹിക്കുവാൻ, ഇത്ര മനോഹരനായ യേശുവിനെ പിൻപറ്റുവാൻ, ഈ ദൈവത്തിന്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് വലിയ ഭാഗ്യം തന്നിട്ടുള്ളത് കൊണ്ട് ഭക്തൻ ഇങ്ങനെ പാടുന്നു: എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി,